These be the quickest. 9, 10, 11, 12, 13, now 14. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ഞങ്ങൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? ഗൈസ്, ഇത് പ്രൊജക്ടറാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറയുന്നത് 1080p പിന്നെ ഇതിന്റെ സ്ക്രീൻ സൈസ് പറയുന്നത് 250 ഇഞ്ചാണ് സൈസ്. 2 USB പോർട്ട് ഉണ്ട്, പിന്നെ 5000 hours ഇതിന്റെ ലൈഫ് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വാറണ്ടി കാർഡ് നമുക്ക് നമ്മുടെ പ്രൊജക്ടർ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിന്റെ ലെൻസ് കണ്ടോ, ഇതാണ് ലെൻസ്. ഈ കാണുന്ന ലെൻസ്. അപ്പൊ ഇതിന്റെ സൈഡില് നമുക്ക് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നമുക്കിങ്ങനെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഇതാണ് ബട്ടൺസ്. പവർ ബട്ടൺ, ബാക്ക്, ഹോം ബട്ടൺ, ഓക്കെ, ഹോം ബട്ടൺ. രണ്ട് USB കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HDMI 2 HDMI പോർട്ട് ഉണ്ട്. പിന്നെ AV. ഇത് നമുക്ക് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കാം കണക്ട് ചെയ്യാൻ വേണ്ടി. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് കൂടെ റിമോട്ട് വരുന്നുണ്ട്. നല്ലൊരു റിമോട്ടാണ്, കണ്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റിമോട്ടാണ്. നോക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന പവർ കേബിൾ. ഇത് പവർ കേബിളാണ്. പവർ കേബിൾ. ഇത് HDMI കേബിൾ. പിന്നെ ഒരു USB. നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓൺ ചെയ്യാം. ഇത് എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓണായിട്ടുണ്ട്, നോക്കാം. ഇത് ഞാൻ ബെഡ്റൂമിലെ ചുമരിൽ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നടുക്കൊരു കളർ വ്യത്യാസം കാണുന്നതെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഞാനൊരു പിങ്ക് കളറിൽ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് പാടുണ്ടായിരുന്നു, അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി പിങ്ക് കളറാണ് ഭിത്തിയുടെ നിറം. അതുകൊണ്ട് ആ കളറിൽ തന്നെ ഒരു പേപ്പർ ഒട്ടിച്ചു. അപ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. AV HDMI 1, 2. നമുക്ക് പിന്നെ ഇതിനകത്തൊരു ബ്രൗസർ ഉണ്ട്, ഇൻബിൽട്ടാണ്. പിന്നെ ഒരു മാക്സ് ഹബ് ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ യൂട്യൂബ്, പ്ലേ സ്റ്റോറ്, നെറ്റ്ഫ്ലിക്സ്, VLC ഇതൊക്കെ ഇതിലുണ്ട്, ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. കണ്ട, ഇതാണ് ഇതിൻ്റെ ആപ്പ് സ്റ്റോർ. ഇതിനകത്ത് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സോണി ലൈവ്,
എല്ലാം ഉണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗൈസ്, യൂട്യൂബ് ഓപ്പണായി വരുന്നുണ്ട്. അതാ ഇതിൽ കാണുന്ന ഈ ജോട്യൂബ് എന്ന് പറഞ്ഞ ചാനൽ ഞങ്ങളുടെ ചാനലാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജോട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജോട്യൂബ് ഞങ്ങളുടെ മോളുടെ ചാനലാണ്, അതുകൊണ്ട് ഓപ്പൺ ആയപ്പോൾ തന്നെ മായാവി എന്ന് കിടപ്പുണ്ട്. ഏതായാലും നമുക്കൊരു വീഡിയോ കാണാം. പരസ്യമാണ് കയറി വന്നിരിക്കുന്നത്. യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ അപ്പം തന്നെ പരസ്യം വരുമല്ലോ, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പരസ്യം. ഇപ്പോൾ ഞാനൊരു HD വീഡിയോയാണ് പ്ലേ ചെയ്യുന്നത്. ഇത് ആ സ്ക്രീനിലെ സെൻറ്ററിലൊരു കളർ വേരിയേഷൻ കണ്ടത്, അത് ഞാൻ പറഞ്ഞ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ ഓക്കെ, നല്ല ഒരു പിക്ചർ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു 10 വാട്ടിൻ്റെ ഒരു ചെറിയ സ്പീക്കറാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വോളിയമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വലിയ വോളിയൊന്നുമില്ല, നമുക്ക് മറ്റ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്താലേ നമുക്ക് നല്ല വോളിയം കിട്ടുള്ളൂ. പ്രൊജക്റ്റിന് ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്, നമുക്ക് അത് ഈ ഒരു എരമ്പൽ പോലെ കേൾക്കാൻ സാധിക്കും. 750 ആൻസി ലൂംസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് പറയുന്നത്. ഒരു തിരക്കടില്ലാത്ത ബ്രൈറ്റ്നസ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു 4K സപ്പോർട്ട് ചെയ്യുന്ന. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് അധികം നേരം പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് മറ്റൊരു 4K HD വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പ്ലേ ചെയ്യുന്നത് മാക്സിമം സൈസിലാണ്. 250 ഇഞ്ചാണ് ഈ സ്ക്രീനിൻ്റെ മാക്സിമം സൈസ്. അതായത് ഒരു 9 അടി നീളവും ഒരു 4.5 അടി വീതിയും വരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഇത് മീഡിയ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക്, പ്രൊജക്റ്റ് സെറ്റിങ്സ്, ടൈം, കോമൺ, പിന്നെ ബ്ലൂടൂത്ത്, പിന്നെ അക്കൗണ്ട്, സിസ്റ്റം ഇൻഫോ എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ ആ പ്രൊജക്ഷൻ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കീ സ്റ്റോൺ, പിന്നെ പ്രൊജക്ഷൻ മെത്തേഡ്, കസ്റ്റം സൂം, നമുക്ക് സ്ക്രീൻ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കും. ഈ 250 ഇഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാം. അങ്ങനെ ഇതിലൊക്കെ വരുന്ന സെറ്റിങ്സുകളാണത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഗെയിംസ്, പിന്നെ OTT പ്ലാറ്റ്ഫോമുകൾ. ഓക്കെ ഗൈസ്, ഇനി നമുക്കൊരു OTT പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ടാറ്റ പ്ലേ ബിങ് ആണ്. ഞാൻ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളതാണ്.
നമുക്ക് ക്രിക്കറ്റ് കളി ഒന്ന് വെച്ച് നോക്കാം. നമുക്ക് വലിയ സ്ക്രീനിൽ ക്രിക്കറ്റ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പണായി വരുന്നുണ്ട്. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചുണ്ടോ ഇതിൻ്റെ. ഇപ്പം നെറ്റ് ഇത്തിരി സ്ലോ ആയതുകൊണ്ട് ഇച്ചിരി ബഫറിങ് ഉണ്ട്. ഗൈസ്, ഇപ്പോൾ ക്രിക്കറ്റ് കാണാൻ അത്യാവശ്യം നല്ലൊരു